നിങ്ങളെല്ലാവരും മനുഷ്യനെ കല്യാണത്തിന് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടാവും, പക്ഷെ റോബോട്ടിനെ കല്യാണത്തിന് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കമ്പനിയായ AT ബോട്ട്സ് അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതും നമ്മുടെ കേരളത്തിലൊന്നുമല്ല റോബോട്ടിനെ കൊണ്ടുവന്ന് അങ്ങ് തമിഴ്നാട്ടിലാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ രാത്രി ഒരു 9 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അന്നേരം കാറിലായിരുന്നു തമിഴ്നാട് വരെ പോകുന്നത്, കാരണം റോബോട്ടിനെ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു വഴിയുള്ളൂ. അങ്ങനെ ഒരു 5-6 മണിക്കൂറത്തെ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിലെ വെന്യൂ നടക്കുന്ന റിസോർട്ടിലെത്തി. പോപ്പീസ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു, നല്ലൊരു വലിയൊരു റിസോർട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിൽ വന്നോണ്ട് തന്നെ ഞങ്ങൾ അലോട്ട് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ട്. പിന്നെ ഫുഡിന്റെ കാര്യം പറയാനല്ലേ ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനെ എല്ലാത്തിനും ഇച്ചിരി വെച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് കഴിച്ച്. പിന്നെ ഞങ്ങൾ അതിലെ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു, കാരണം ഞങ്ങൾക്ക് റോബോട്ടിനെ റെഡിയാക്കി സെറ്റ് ആക്കാൻ വേണ്ടി ഉണ്ട്. കല്യാണത്തിന്റെ റിസപ്ഷൻ ആണെങ്കിൽ വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ റോബോട്ടിനെ എല്ലാം സെറ്റ് ആക്കി വെക്കുകയാണ്. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റോബോട്ടിനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞ് അതിനോട് നമ്മുടെ റിസപ്ഷൻ നടക്കാനുള്ള ടൈം കൂടായി. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ കമ്പനി ഐഡി കാർഡ് ഒക്കെ ഇട്ടിട്ട് റോബോട്ടിനെ എടുത്തുകൊണ്ട് നേരെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ റോബോട്ടിനെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചു. എന്നിട്ട് പരിപാടി തുടങ്ങിയത് തന്നെ നമ്മുടെ റോബോട്ട് അവിടെ ഓടി നടക്കാനും ആൾക്കാരെ വെൽക്കം ചെയ്യാനും അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാനൊക്കെ തുടങ്ങി. അവിടെ വന്ന് 15 ആൾക്കാർക്ക് ഈ റോബോട്ടിനെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു, കാരണം കല്യാണത്തിനൊന്നും ആരും അങ്ങനെ റോബോട്ടിനെ ഇറക്കാറില്ല. ഇപ്പൊ നമ്മൾ ഈ ക്ലൈന്റിന് പ്രൊവൈഡ് ചെയ്ത് റോബോട്ട് റെന്റൽ സർവീസും വീഡിയോയുടെ സർവീസും ആയിരുന്നു. വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇവർ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റോബോട്ട് അതിലെ ചെറുക്കനെയും പെണ്ണിനെ അന്ന് വെൽക്കം ചെയ്ത് നേരെ സ്റ്റേജിലോട്ട് കയറ്റി. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മുടെ റോബോട്ടിന്റെ അടുത്തൊക്കെ വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ വെജ് ഫുഡ് ആയിരുന്നു, എന്നാലും പക്ഷേ ഇഷ്ടം പോലെ ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് ലൈവ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ അവർ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നു. അതായത് കുപ്പിയും ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ഒരു ഹിഡൻ സ്പോട്ടായ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി. പിന്നെ ആ വെള്ളച്ചാട്ടത്തിലൊക്കെ ചാടി കുളിച്ച് അവിടുന്ന് നേരെ മൂന്നാർ വഴി കയറി നമ്മൾ നേരെ ഓഫീസിലേക്ക് വിട്ട്.